എറണാകുളത്ത് വിജിലൻസ് പിടിയിലായ തഹസിൽദാരെ സസ്പെൻഡ് ചെയ്തു. കണയന്നൂർ താലൂക്കിലെ ഭൂരേഖ തഹസിൽദാർ ജോസഫ് ആന്റണി ഹട്ടേഴ്സിനെതിരെയാണ് ആരോപണം. നടപടി കഴിഞ്ഞ 13-ാം തീയതിയാണ് 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ജോസഫ് ആന്റണിയെ വിജിലൻസ് പിടികൂടിയത്. ജോയ്മോൻ ജോസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോയ്മോൻ, എന്തായാലും ഇപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് നീക്കം? പ്രധാനമായും ഈ തഹസിൽദാരുടെ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 13-ാം തീയതിയാണ് ഇത്തരത്തിൽ കണയന്നൂർ താലൂക്ക് ഓഫീസിന്റെ പരിസരത്ത് നിന്ന് തന്നെ ഇയാളെ വിജിലൻസ് കൈയോടെ പിടികൂടുന്നത്. ഏകദേശം 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു ഇയാളും അതോടൊപ്പം തന്നെ 2 ഏജന്റുമാരടക്കം പിടിയിലാകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണയന്നൂർ താലൂക്കിലെ പരിധിയിൽ വരുന്ന ഒരു ഭൂമി തരമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉടമകൾ എത്തിയിരുന്നു. ആ ഉടമകൾ ഇയാളെ സമീപിച്ചപ്പോൾ ഇയാൾ 2 ഡമ്മി ഏജന്റുമാരെ വെച്ച് ഈ റവന്യൂ ഉദ്യോഗസ്ഥനായ തഹസിൽദാറായ ജോസഫ് ആന്റണി ഹട്ടേഴ്സ് ഡമ്മി ഏജന്റുമാരെ വെച്ച് 10 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുമായിരുന്നു. ഇതിന് പ്രകാരം കൈക്കൂലിയുമായി ഈ ഉടമകൾ എത്തിയപ്പോൾ ഉടമകൾ അതിന് മുന്നോടിയായി തന്നെ വിജിലൻസിനെ സമീപിച്ചിരുന്നു. പിന്നാലെയാണ് കൈക്കൂലി നൽകാനായിട്ട് വരുന്നത്. ഈ കൈക്കൂലി നൽകുന്നതിനിടെയാണ് ഇത്തരത്തിൽ വിജിലൻസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടി ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടി. എന്തായാലും വിശദമായ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തുന്നുണ്ട്. കാരണം ഇയാൾ ഈ ലാൻഡ് റവന്യൂ ഈ ഭൂരേഖ തഹസിൽദാറായ ഈ ഉദ്യോഗസ്ഥൻ മാത്രമാണോ അതോ മറ്റാരെങ്കിലും കൂടി ഇത്തരത്തിൽ ഈ കൈക്കൂലി വാങ്ങുന്നതിന്റെ കൂട്ടുനിന്നിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ പരിശോധിച്ച് വരുന്നത്. കാരണം ഒരുപാട് ഉദ്യോഗസ്ഥർ, അതായത് ഈ കണയന്നൂർ താലൂക്കിലെ മറ്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ട് എന്നൊരു സംശയം അല്ലെങ്കിൽ പ്രാഥമിക നിഗമനം കൂടി വിജിലൻസിനുണ്ട്. ഇതിന്റെ ഭാഗമായി എന്നോണം ആദ്യ നടപടി എന്നോണം വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ ഈ തഹസിൽദാർ, അതായത് ഭൂരേഖ തഹസിൽദാറായ ജോസഫ് ആന്റണിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന നടപടി. എന്തായാലും ബാക്കി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വാതി.